ഇക്കഴിഞ്ഞ ദിവസം ഷാർജയിൽ നിന്ന് കാറിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഹിറ്റ് FM 96.7 പ്രിയ സുഹൃത്ത് ഷാബുവിൻ്റെ സ്പെഷ്യൽ ന്യൂസ് കേട്ടത്. ശബ്ദമാധുര്യം കൊണ്ടും മനോഹരമായ സംഭാഷണ ഭംഗി കൊണ്ടും ഷാബുവിൻ്റെ അവതരണം നാം കേട്ടിരുന്നു പോകും. അന്നത്തെ സ്പെഷ്യൽ ന്യൂസ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു എന്ന് നാം അഹങ്കരിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും കുറിച്ചായിരുന്നു. കേട്ടുകേട്ടിരുന്നപ്പോഴാണ് അത് എൻ്റെ സ്വന്തം നാടിനോടടുത്തുള്ള കരുളായിയിൽ കരൾ രോഗം ബാധിച്ച് മരിച്ച യുവാവിൻ്റെ കഥയാണെന്ന് മനസ്സിലായത്. ആ യുവാവ് നേരിട്ട മന്ത്രവാദ ചികിത്സയുടെയും അവിടെ നടന്ന പീഡന കഥകളാണ് എന്നതറിഞ്ഞത്. ഏത് ഇരുളിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്? രോഗം വരുമ്പോൾ ആവശ്യമായ ചികിത്സ നൽകാതെ ദൈവകോപമാണെന്ന് പറഞ്ഞ് പൂജകൾക്കും മന്ത്രവാദത്തിനും മഷിനോട്ടത്തിനും ജപിച്ചുകെട്ടിനും നാഡീ ജ്യോതിഷത്തിനും ബാധയൊഴിപ്പിക്കലിനുമൊക്കെ പുറകെ നടക്കുന്നവർ ഇക്കാലത്തും ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളത് കഷ്ടമാണ്. പത്രങ്ങളിൽ വന്ന വാർത്ത വായിച്ചപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ശാസ്ത്രം ഇത്രമാത്രം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് റോബോട്ടിക് യുഗത്തിലൂടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെയും ഒക്കെ ശാസ്ത്രം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മന്ത്രവാദത്തിൻ്റെയും ചാത്തൻ സേവയുടെയും ഒക്കെ ബോർഡും വെച്ചിരിക്കുവാൻ ഇവർക്ക് എങ്ങനെയാണ് ധൈര്യം വരുന്നത്? ഒന്നുമില്ല, പുറകെ നടക്കാനും പണം കോരിക്കൊടുക്കാനും സാക്ഷരത നേടിയ മലയാളികൾ ഉണ്ടാവുമെന്നുള്ള ധൈര്യം. ഈ തട്ടിപ്പിനെതിരെ സർക്കാർ ഒരു നടപടിയും എടുക്കുകയില്ല എന്നുള്ള ധൈര്യം. കരൾ രോഗം ബാധിച്ച ആ യുവാവ് മരണത്തിന് മുമ്പ് തൻ്റെ സുഹൃത്തിനയച്ച ഒരു ശബ്ദ സന്ദേശം ഇന്ന് വൈറലാണ്. എനിക്ക് ഈ ലിവർ സിറോസിസിൻ്റെ അസുഖമുണ്ട്. അപ്പോൾ ഞാനതിന് ഹോമിയോ മരുന്ന് കുറച്ച് കുടിച്ചു. അതിന് ശേഷം അതുകൊണ്ടൊരു സുഖം കാണാഞ്ഞപ്പോൾ ആയുർവേദ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കേനി. അതുകൊണ്ട് എനിക്ക് ആശ്വാസം ഉണ്ടായിനി. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുടുംബങ്ങളെ സ്വാധീനിച്ച് ഈ മന്ത്രവാദികൾ എന്നോട് പറഞ്ഞത് ലിവർ സിറോസിസ് അതില്ല, അങ്ങനെ ഒരു അസുഖം എനിക്കില്ല, വയറിൻ്റെ ഉള്ളിൽ ഗണപതിയാണ്, അപ്പോൾ ആ ഗണപതിനെ കൊന്നെങ്കിലേ എൻ്റെ അസുഖം മാറുള്ളൂ, അല്ലാത്ത വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ ഒരു 26 ദിവസത്തോളം അവിടെ ചികിത്സിച്ച് അതിക്രൂരമായി ചികിത്സാ രീതികളെ ഒരു മരുന്ന് പോലും എന്നെ കുടിക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല. മരുന്ന് അത് മുസ്ലിങ്ങൾക്ക് ഇവിടുത്തെ മരുന്ന് കുടിക്കാൻ പറ്റൂല, ഇത് മുസ്ലിം രാജ്യമാണ് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് വിശ്വാസമില്ലാത്ത ഞങ്ങളെ എൻ്റെ കുടുംബത്തിനെയൊക്കെ ഇവർ ചതിക്കുകയാണ് സർ. അതുകൊണ്ട് ഇവർക്കെതിരെ എന്തെങ്കിലും ശക്തമായ നടപടികൾ എടുക്കണം. ഇനി മേലിൽ എൻ്റെ ഒരു അനുഭവം വേറെ ആർക്കും സംഭവിക്കരുത്. ഇനി പൂജാ കേന്ദ്രത്തിലെ തട്ടിപ്പുകാർ കൈക്കലാക്കിയ പണത്തിൻ്റെ കണക്ക് കൂടി കേൾക്കുക. ഇവരെ ചികിത്സക്ക് ഇവർ ഒരു ദിവസം എന്താവുമെന്ന് ഞാൻ അന്വേഷിച്ചു, ഇവരോട് ചോദിച്ചു. ഇവർ പറഞ്ഞ് 10,000 ഉറുപ്പിക ഒരു ദിവസത്തിന്. അത് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞിട്ട് അതിന് ചരിത്രത്തിലെ ഏതോ ഒരു ഉദാഹരണം 100 ഒട്ടകമാണ് അതിന് പ്രതിഫലം കൊടുക്കേണ്ടത്. പക്ഷെ ഞങ്ങളത് ഒരു മര്യാദ 10,000 ഉറുപ്പികയാണ് ഒരു ദിവസത്തിന് എന്ന് പറഞ്ഞിട്ട് അതിന് ക്യാഷ് ഒരെത്ര എൻ്റെ കുടുംബങ്ങളിൽ നിന്ന് പറ്റിയെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എനിക്കത് ശ്രദ്ധിക്കാനും കഴിഞ്ഞിട്ടില്ല. ഞാൻ അത്രത്തോളം തളർന്നു. എനിക്കൊരു 25 ദിവസത്തോളം കഫക്കെട്ട് പിടിച്ചിട്ട് സംസാരിക്കാനും ഒന്നിനും പ്രയാസം, ഭയങ്കര ബുദ്ധിമുട്ടായിന്. ശാരീരികമായി അവസാനം ഞാൻ എന്നെ പീഡിപ്പിച്ചു. അവസാന ദിവസം ഞാൻ അവിടുന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അതിനൊക്കെ എന്നെ ബലമായി പിടിച്ചു നിർത്തി ബലം പ്രയോഗിച്ച് 2-3 ആളുകൾ കൂടിയിട്ട് അതിക്രൂരമേന സാർ അത് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയാതെ അവർ വീണ്ടും അവിടെ ഉടലാക്കി സാർ. എനിക്ക് എൻ്റെ ഫാമിലിൻ്റെ വാപ്പയും അമ്മ ഇട്ട ഒരു പേരുണ്ട് ഫിറോസ്. പക്ഷെ ഇവരെന്നെ എപ്പോഴും വിളിച്ച പേര് ഷെയ്ത്താൻ എന്നുണ്ട്. ഇത്തരം തട്ടിപ്പുകളിലൂടെ പണം കൊയ്യുന്ന മന്ത്രവാദികൾ സസുഖം കഴിയുന്ന നമ്മുടെ നാട്ടിൽ നാഗമാണിക്യവും സ്വർണ്ണച്ചേനയും കാന്തക്കിടക്കയും മിഡ് ബ്രെയിൻ ആക്ടിവേഷനുമൊക്കെ വിറ്റുപോകുവാൻ എന്ത് പാടാണുള്ളത്. പെട്ടവർ ഒരു കാരണവശാലും പുറത്തു പറയില്ല. മാനക്കേട് പേടിച്ച് ആരും പോലീസിൽ പരാതി കൊടുക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ തട്ടിപ്പുകാർ തടിച്ചു കൊഴുത്തുകൊണ്ടേയിരിക്കും. ഈ പരീക്ഷാക്കാലത്തും പേടി മാറാനും മാർക്ക് കൂടിക്കിട്ടാനും മക്കളുടെ കയ്യിലും കഴുത്തിലും അരയിലുമൊക്കെ ചരടും ഏലസും കെട്ടുന്ന തിരക്കിലാണ് ഒരു കൂട്ടം മാതാപിതാക്കൾ ഇപ്പോഴും. പണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് കുറഞ്ഞ മാർക്കുമായി വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അച്ഛൻ ചോദിച്ചു, എന്തേ മാർക്ക് കുറഞ്ഞത് എന്ന്. താൻ പാതി ദൈവം പാതി എന്നല്ലേ പറയുക എന്ന് ഞാൻ കുസൃതിയായി മറുപടി പറഞ്ഞപ്പോൾ
അച്ഛൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇനി ഈ വർത്തമാനം പറഞ്ഞ് ഇങ്ങോട്ട് എഴുന്നള്ളിയേക്കരുത് എന്ന്. നീ പഠിച്ചാൽ നിനക്ക് മാർക്ക് കിട്ടും, അല്ലാതെ നിൻ്റെ മാർക്ക് കൂട്ടലല്ല ദൈവത്തിൻ്റെ പണിയെന്ന്. അതാണ് ഔപചാരിക വിദ്യാഭ്യാസം പോലുമില്ലാത്ത അച്ഛൻ്റെ സമ്പൂർണ്ണ സാക്ഷരത.